ഹായ് ഫ്രണ്ട്സ്, ഞാൻ രമ്യ സന്ദീപ്. പ്രശസ്തമായ മലയാളപ്പുഴ ദേവീ ക്ഷേത്രത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇവിടെ കണ്ടോ, എന്റെ കൂടെ ഒരു അമ്മയുണ്ട്. അപ്പൊ മലയാളപ്പുഴ അമ്പലത്തിലെ മാത്രം ചില പ്രത്യേകതകൾ നമുക്ക് അമ്മയോട് ചോദിച്ചറിയാം. അമ്മയുടെ പേരെന്തായിരുന്നു? പങ്കജാക്ഷി അമ്മ. അമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ? നമ്മുടെ ഈ ഏരിയയില് അമ്മമാര് വിളക്കെടുക്കുന്ന ഏതെങ്കിലും അമ്പലം ഉണ്ടോ? അപ്പൊ ഇതിനെ പറ്റി അമ്മയ്ക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു. ഞാൻ അമ്മയിലെ ഒരു 25 വർഷം കൊണ്ട് ഞാനിവിടെ വിളക്കെടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 82 കഴിഞ്ഞു. 82 കഴിഞ്ഞു. മലയാളപ്പുഴ അമ്പലത്തിലെ ഏറ്റവും പ്രായം കൂടിയ വിളക്കെടുക്കുന്ന അമ്മയാണിത്. നമ്മുടെ ഈ വിളക്കെടുപ്പിന്റെ ഐതിഹ്യങ്ങൾ എന്താമേ? അത് നമ്മളെ വീട്ടിലെ ആവശ്യം, വീട്ടിലെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെന്ന വരിയില് അതൊക്കെ മാറാൻ വേണ്ടിട്ട് അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ച് വിളക്കെടുക്കുക. നേർച്ച പോലെ ചെയ്യുക. 25 വർഷം കൊണ്ട് ഞാൻ മുടക്കാതെ ചെയ്യുന്ന വിളക്കെടുക്കുന്നുണ്ട്. മുടക്കില്ല. രാവിലെ 7 മണിയാകുമ്പോ ഉണ്ട്. പിന്നെ ഒരു വിളക്കൊക്കെ ഉച്ചയ്ക്കുണ്ട്. ഇതുപോലെ വൈകിട്ട് എല്ലാ തിരുവാതിരയ്ക്കും തിരുവാതിര 4-ലും ഇവിടെ ഉണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഉണ്ട്. 11 ദിവസം. അങ്ങനെ അതായത് ഈ ക്ഷേത്രത്തിലെ കുറിച്ചുള്ള അപ്ഡേറ്റ് നമ്മളിവിടെ വന്ന് എന്ത് സങ്കടം പറഞ്ഞാലും അന്നേരം സാധിച്ചിരുന്ന അമ്മയാണ്. ഭയങ്കര നല്ലത്. പിന്നെ ഇവിടെ ഒരു ശിവനുണ്ട്. ശിവനെന്ന് പറയുന്നത് സ്വയംഭൂവാണ്, വളരുന്നത്. അപ്പുറത്തുള്ള ശിവഭൂ അത് ഭയങ്കര ശക്തിയുള്ളതാണ്. മറ്റെങ്ങുമില്ല, മറ്റെങ്ങും ഇങ്ങനെ കേട്ടിട്ടില്ല. ഈ മലയാളപ്പുഴ ക്ഷേത്രത്തിൽ അല്ലാതെ സ്വയംഭൂവായിട്ട് വളരുന്നത് ഞാൻ 60 വർഷമായി ഇവിടെ വന്നിട്ട്. അന്നേരം തീരെ ചെറുതായിരുന്നു ശിവന്, സ്വയംഭൂ. അപ്പൊ അത് പിന്നെ വളർന്ന് ഇപ്പൊ മിക്കവാറും അരയടി കൂടുതലായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പെൺകുട്ടികൾക്ക് വിളക്കെടുക്കാൻ പറ്റത്തില്ല. 50 വയസ്സ് കഴിഞ്ഞോക്കിയേ പറ്റുന്നില്ല. സത്യസന്ധമായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. അമ്മയോട് എടുക്കാനൊക്കാത്തവര് ഓരോരുത്തരെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെയുണ്ട്. ഞാനിപ്പം വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത വിളക്കെടുക്കുന്നുണ്ട്. നമ്മളോട് വന്നിട്ട് എടുപ്പിക്കും. നേർച്ച പറഞ്ഞ വേറെ ഒരാളെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാം. അമ്പലത്തിൽ ഇത് എടുക്കുന്ന ദിവസം നമ്മുടെ പേരില് എടുക്കുന്നതല്ലേ ആദ്യ പേരിൽ ഗണപതി ഹോമം. പിന്നെ അമ്മയ്ക്ക് വഴിപാട്. ചുറ്റിന് കൊണ്ടവരുണ്ട് കൊണ്ടേവതമാര്. അപ്പോൾ കഴിയുന്ന വഴിപാടുകള് നോക്കാൻ വയ്ക്കുന്നവരുണ്ട്, കോഴിയെ കൊടുക്കുന്നവരുണ്ട്. പിന്നെ അല്ലാതെ അങ്ങനെ ഓരോ വഴിപാടൊക്കെ നടത്തുന്നവരുണ്ട്. അത് അങ്ങനെ ഇവിടെ ഒരു ഭയങ്കര മുഖ്യതയാണ്. കിഴക്കേ നടയിലാണ് മലനട എന്നുള്ളത്. മലസങ്കല്പം 18 മലയുടെയാണ്. ഇതൊക്കെയാണ് 18 മലകളാണ് അമ്മയെ സംരക്ഷിക്കുന്നത്. അപ്പൊ അവരിങ്ങനെ ഇത്രയും 18 മലയുണ്ട്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഇത്രയും ഉപദേവതമാരുണ്ട്. അവരെ പ്രീതിപ്പെടുത്തണം. അതുകൊണ്ട് അവരവരെ കഴിയില്ല, അവരവർക്ക് കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തും. അങ്ങനെയാണ് ബ്രഹ്മത്തിന്റെ കാര്യങ്ങൾ. 25 വർഷം കഴിഞ്ഞു. അവരറിയാം. 25 വർഷം കഴിഞ്ഞ പലരും എന്തെങ്കിലും പാരായണത്തിന്റെ നാളെ വന്നത് കേട്ടു ചെറുതരം. അതുപോലെ അമ്മ വായിക്കുകയും ചെയ്യും അല്ലേ? നാളെ ബുക്കിനകത്തെ പേരുണ്ട്. നല്ല മല്ലാരിയോട് ഇപ്പോൾ വിരകം ഭവിച്ചതും നല്ലതായി വന്നിതത് പ്രാർത്ഥിക കേട്ടിടുവിൻ. മലയാളപ്പുഴ അമ്മയെ പറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി. അമ്മയുടെ അനുഗ്രഹം അമ്മയ്ക്കും ഞങ്ങൾക്കും നമ്മൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഉണ്ടാകണം.